ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി മാൾട്ട പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസമാണ് റോബർട്ട് ആബ്ലെയുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തിയത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ, ആർച്ച് ബിഷപ്പ് റിച്ചാർഡ് ഗലഗർ തുടങ്ങിയവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സഭയും രാഷ്ട്ര നേതൃത്വവും തമ്മിലുള്ള മെച്ചപ്പെട്ട സഹകരണവും ചർച്ചയായി. പനാമയിലെ ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ജോസ് ഡൊമിംഗോയുടെ പേരും ചിത്രവും ഉപയോഗിച്ച് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി പനാമ അതിരൂപത. ആർച്ച് ബിഷപ്പും മറ്റു വൈദികരും ആരോഗ്യ ഉൽപ്പന്നങ്ങളും പ്രകൃതിദത്ത മരുന്നുകളും ശുപാർശ ചെയ്യുന്ന തരത്തിലുള്ള കൃത്രിമമായി നിർമ്മിച്ച വീഡിയോകളാണ് പ്രചരിക്കുന്നത്. ഇത്തരം പരസ്യങ്ങളുമായി സഭയ്ക്കോ ആർച്ച് ബിഷപ്പിനോ യാതൊരു ബന്ധവുമില്ലെന്നും ഇവ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകളാണെന്നും അതിരൂപത വ്യക്തമാക്കി. തട്ടിപ്പുകാർ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ വ്യക്തിവിവരങ്ങൾ നൽകുകയോ ചെയ്യരുതെന്നും വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി. അർജന്റീനിയൻ വ്യവസായിയായ എൻറിക് ഷ്വായെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്ന നടപടി അന്തിമഘട്ടത്തിലെത്തിയതായി വത്തിക്കാൻ അറിയിച്ചു. വിശുദ്ധർക്കായുള്ള വത്തിക്കാൻ കാര്യാലയം അനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ധന്യൻ എൻറിക് ഷ്വാ മികച്ച കുടുംബനാഥനും തൊഴിലാളികളുടെ ക്ഷേമത്തിനായി നിലകൊണ്ട വ്യവസായിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം നേരത്തെ മെഡിക്കൽ സംഘവും ദൈവശാസ്ത്ര കമ്മീഷനും അംഗീകരിച്ചിരുന്നു. തന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയായാണ് അറിയപ്പെടുന്നത്. 2025 ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തടവുകാർ വത്തിക്കാനിലെത്തി. സ്പെയിനിലെ വലൻസിയയിൽ നിന്നുള്ള 6 തടവുകാർ ഉൾപ്പെടെയുള്ളവരാണ് ലിയോ 14 പാപ്പയെ നേരിൽ കാണാനായി റോമിലെത്തിയത്. ജയിൽ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ യാത്ര തടവുകാർക്ക് പ്രത്യാശയും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നായിരുന്നു. പാപമോചനത്തിന്റെയും മാനസാന്തരത്തിന്റെയും അനുഭവവുമായി മടങ്ങിയ തടവുകാർക്ക് ഈ തീർത്ഥാടനം ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷമായി മാറിയതായി അധികൃതർ അറിയിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ കൊലപ്പെടുത്തിയ 50 യുവ ഫ്രഞ്ച് രക്തസാക്ഷികളെ പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ലക്സംബർഗ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ജിയാൻ ക്ലൗഡ് ഹോൾറിച്ച് വിശുദ്ധ കുർബാനയ്ക്കിടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ജർമ്മനിയിലെ നിർബന്ധിത തൊഴിൽ ക്യാമ്പുകളിലേക്ക് അയക്കപ്പെട്ട ഫ്രഞ്ച് തൊഴിലാളികൾക്ക് ആത്മീയ സേവനം നൽകിയതിനാണ് പുരോഹിതരും അൽമായരും അടങ്ങുന്ന ഈ സംഘത്തെ നാസികൾ വധിച്ചത്. 20-നും 35-നും ഇടയിൽ പ്രായമുണ്ടായിരുന്ന ഇവർ വിശ്വാസത്തോടുള്ള വിദ്വേഷം കാരണമാണ് കൊല്ലപ്പെട്ടതെന്നാണ് സഭ പറയുന്നത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.